ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണം. എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്താണ് സംഭവം. രാത്രികാലങ്ങളിൽ സെക്സ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന ഇടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിഭീകരമായ അവസ്ഥ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നലത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഈ ക്യാമറ കണ്ണുകൾ പോകുന്ന ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഇവിടങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. അവസാനം നിങ്ങൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കാണുക, വിലയിരുത്തുക. നോക്കൂ, ഇത് ഇവിടെ ഇരുട് പിടിച്ചിട്ട് വേണ്ട. ഇവിടെ ഇരുട് പിടിച്ചതിൻ്റെ സ്ഥലങ്ങളിൽ വല്ലാത്ത ഒരു എന്താ പറയുക, എനിക്ക് തന്നെ ഈ ക്യാമറ കണ്ണെന്നെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. നഗരങ്ങളിൽ വെളിച്ചം വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നോക്കിതാ, ഇവിടെയൊക്കെ മറവിൽ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയുടെ പോക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പോക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് ഉള്ള ഒരു ചിന്തയാണ്. കാരണം കേരളത്തിലെ വൻ നഗരങ്ങളിലൊക്കെ ഇതുപോലുള്ള അവസ്ഥകൾ കൂടിക്കൂടി വരികയാണ്. ഇവിടെയൊക്കെ ഇരുട്ട് പിടിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബസമേതോ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇത്രയും ശാന്തസുന്ദരമായി ഇവിടെ വെളിച്ചം ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഒരു കാലത്ത് വൈദ്യുതി അധികമില്ലാത്ത സ്ഥലങ്ങളിൽ. ആ കാലഘട്ടം ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതിനെക്കാട്ടും ഭയങ്കരമായിരിക്കും. വെളിച്ചമുണ്ടായിട്ടും ഇതുപോലെ നിങ്ങൾ കണ്ടോ? ആ ഫുട്പാത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് കണ്ടോ? അവിടെയെല്ലാം കണ്ടോ? അവിടുന്ന് മദ്യം കഴിക്കുന്നു, പരിസരം മറന്ന് മദ്യം കഴിക്കുകയാണ് ഫുട്പാത്തിൽ കയറി ഇരുന്നിട്ട്. ഇതൊന്നും അധികാരികൾ കാണുന്നില്ല. നാളെ മറ്റന്നാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ കണ്ണു തുറക്കുകയുള്ളൂ. പരസ്യമായിട്ടാണ് മദ്യപാനം. അവർക്ക് മദ്യപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റൂമുകളുണ്ട്, അല്ലെങ്കിൽ ബാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പരസ്യമായിട്ട് ജനങ്ങളെയും നീതിപീഠങ്ങളെയും വെല്ലുവിളിച്ച് നടത്തുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിച്ചുകൂടാ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. ഈ കാട്, ഈ പോകുന്ന ഇടവഴികളിൽ ഒന്നും പറയേണ്ട ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കൂടെയാണ് നടന്നു നീങ്ങുന്നത്. ഇതൊക്കെ ഇരുട് പിടിച്ച സ്ഥലങ്ങളാണ്. നിങ്ങൾ എത്രമാത്രം ഇതിലേക്കൂടി കാണുന്നുണ്ടാകും എന്നെനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന് സംഭവമെന്ന്. ഇവിടെയൊക്കെ എനിക്ക് പറയാനും കാണിക്കാനും എനിക്ക് ലജ്ജയാകുന്നു. അത്രയും ഭീകരമായ അവസ്ഥയാണ് ഇതിലേക്കൂടിയുള്ളത്. കണ്ടോ, ഈ ക്യാമറ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. രഹസ്യപരമായിട്ട് എടുക്കാനേ സാധിക്കുകയുള്ളൂ. പിന്നെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന മനുഷ്യരുണ്ട്, അവരെ കുറ്റപ്പറയുന്നില്ല. അവരെ പറയാൻ ഞാൻ ആരുമല്ല. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടുന്നതായിരിക്കും. പക്ഷേ അവർ ജീവിച്ചോട്ടെ. അതിനൊക്കെ ഒരു രഹസ്യങ്ങളുണ്ട് അല്ലേ? രഹസ്യപരമായിട്ട് അതിൽ കൈകാര്യം ചെയ്യണം. പക്ഷെ പൊതുജനങ്ങളിൽ ഇറങ്ങി ചെയ്യുന്നത് വളരെ മോശമായ ഒരു പ്രേരണയാണ്. അതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് പറയുന്നത്. അല്ലേ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇതിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ഒന്ന് കാണട്ടെ, അറിയട്ടെ. പുതിയ തലമുറയും വളർന്നു വരുന്നവരും എല്ലാവരും കാണട്ടെ, അറിയട്ടെ. ഇതിനെല്ലാം ഒക്കെ രഹസ്യമുണ്ട്, പരസ്യമാക്കരുത്. അതാണ് വേണ്ടത്. പൊതുമധ്യത്തിൽ മദ്യം കഴിക്കുന്നതെല്ലാം വളരെ വളരെ വളരെയേറെ തെറ്റാണ്. ഈ കാണുന്നത് അതിൻ്റെ ഞാൻ ക്യാമറ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് തന്നെ രഹസ്യമായിട്ട് എടുത്തതാണ്. അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, കാരണം കുറച്ച് മുകളിലോട്ടായി പോയി ക്യാമറ. പക്ഷേ എന്നിരുന്നാലും വളരെ വളരെ വളരെ
ദുഷ്കരം പിടിച്ച അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. ഇവിടെയെല്ലാം കണ്ടോ, ഇവിടെയെല്ലാം ഇരുന്നിട്ട് ബോധമില്ലാതെ ഇരിക്കുക ചെയ്യുന്നത്, മദ്യപിച്ച് മതോമത്തനായി ഇരിക്കുകയാണ്. പിന്നെ അത് കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ആ ഗ്യാപ്പിൽ അവിടെയൊക്കെ ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒന്നും പറയണ്ട, നമുക്ക് കൺകുളിരിക്കെ കാണാം. നിങ്ങൾ പല ആൾക്കാരും ഇതിൽ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വൻ നഗരങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചെറുനഗരങ്ങളിൽ വരെ ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഒരു രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷേ പരസ്യമാക്കുന്നു. ഇത് പൊതുസമൂഹത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് അറിയാമല്ലോ. പുതിയ തലമുറയെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇത് കാലം മാറി, സോഷ്യൽ മീഡിയ. ഇത് ക്യാമറ കണ്ടോ, ഞാൻ ചരിച്ചിട്ടാണ് എടുത്തത്. കാരണം അത്രയും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ് ആയി മാറിക്കഴിഞ്ഞു സമൂഹത്തിൽ. കാരണം നമ്മൾ ക്യാമറ വരെ തല താത്തി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. വല്ലാത്തൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ച് കാലഘട്ടം മുന്നേ ഒന്നും ഇതുപോലെയുള്ള സമൂഹവും പൊതുസ്ഥലങ്ങളുമല്ല, എല്ലാം ശാന്തമായി നല്ല അന്തരീക്ഷം, എല്ലാവരും ഒന്നുപോലെ നിന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതുപോലെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെല്ലാം ഒരു മറയുണ്ടായിരുന്നു. പക്ഷെ ആ മറ ഇന്നില്ല. ഇന്ന് ആ മറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക, ഓക്കെ, എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ.